അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു ഉത്ബോധനമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്ബിറു വസാബിറു വത്തഖുല്ലാഹ് ലഅല്ലക്കും തുഫ്ലിഹൂൻ. വിജയിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു കാര്യമുണ്ട്, ക്ഷമിക്കണം. വിജയത്തിൻ്റെ അടിസ്ഥാനം ക്ഷമയാകുന്നു. ജീവിതത്തിൻ്റെ പരീക്ഷണത്തിൽ രണ്ട് കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഒന്ന് നന്ദിയാണ്, മറ്റൊന്ന് ക്ഷമയാണ്. തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ മുഴുവൻ നന്ദിയോടുകൂടി ഓർക്കുകയും അള്ളാഹുവിന് നന്ദി പറയുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ കിട്ടിയിട്ടുള്ള എല്ലാ പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഇബാദത്തുകളെയും വിധിയെയും പടച്ച തമ്പുരാൻ നമുക്ക് ഇച്ഛകളായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ക്ഷമിച്ച് നിൽക്കാൻ ഒരാൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ കണക്കില്ലാത്ത പ്രതിഫലം നൽകുകൊണ്ട് പടച്ച തമ്പുരാൻ വിജയത്തിലേക്ക് എത്തിക്കും ക്ഷമിക്കുന്ന ആളുകൾ. ക്ഷമയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മുടെ ജീവിതത്തിൽ. നമ്മളെല്ലാറ്റിനോടും ക്ഷമിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ അനുസരിക്കാൻ നമുക്ക് ക്ഷമിക്കേണ്ടതുണ്ട്. നമസ്കരിക്കാനും നോമ്പ് പിടിക്കാനും ക്ഷമ വേണം, സക്കാത്ത് കൊടുക്കാൻ ക്ഷമ വേണം, ഹജ്ജ് ചെയ്യാൻ ക്ഷമ വേണം. അതുപോലെ തന്നെ എല്ലാ ഇബാദത്തുകളും അടങ്ങി ഒതുങ്ങി ഇരുന്നു കൊണ്ട് പടച്ചവൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യാൻ ഉള്ള ക്ഷമ, അത് ഒന്നാമത്തെ ക്ഷമയാണ്. പിന്നെ രണ്ടാമത് മറ്റൊരു ക്ഷമയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിന്ന് വിലക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ, നമ്മുടെ ഇച്ഛകളിൽ നിന്ന്, നമ്മുടെ ആവശ്യങ്ങളിൽ നിന്ന്, ഹറാമുകളിൽ നിന്നൊക്കെ തന്നെ, നോട്ടത്തിൽ നിന്ന്, ചെയ്തികളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന്, എല്ലാ ഹറാമുകളിൽ നിന്നും മാറ്റി നിൽക്കണമെങ്കിൽ അതിന് നമുക്ക് എന്ത് വേണം? ഒരു ക്ഷമ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഹറാം ഇല്ലാതെ ജീവിക്കാൻ സാധ്യമാവുകയുള്ളൂ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ക്ഷമ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖദാഇലും ഖദറിലും അള്ളാഹു നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള ഒരുപാട് കുറവുകളുണ്ടായിരിക്കാം. ഒരുപാട് രോഗങ്ങളെ കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും പ്രയാസങ്ങളെ കൊണ്ടും ദുരിതങ്ങളെ കൊണ്ടും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കും. എന്തിനു വേണ്ടി? ഈ പരീക്ഷയിൽ ഇയാൾ വിജയിക്കുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി. അപ്പോൾ ആ പരീക്ഷണത്തെ പരീക്ഷയായിക്കൊണ്ട് മനസ്സിലാക്കുകയും എന്നിട്ട് ക്ഷമിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സ്വർഗം കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എല്ലാവർക്കും ഒരുപോലെയല്ല ജീവൻ കൊടുക്കുന്നത്. ചില ആളുകൾക്ക് കുറച്ച് ധാരാളം കൊടുക്കും ജീവിത വിഭവം, ചില ആളുകൾക്ക് ഒട്ടും കൊടുക്കില്ല. ഒട്ടും കൊടുക്കാത്തവൻ ക്ഷമിക്കേണ്ടതുണ്ട്, ധാരാളം ലഭിച്ചവൻ ശുക്ർ കാണിക്കേണ്ടതുണ്ട്. നമുക്ക് പലതും ലഭിക്കാത്തതുണ്ട്. മക്കളില്ലാത്തവരുണ്ട്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, വിവാഹം ചെയ്യാത്തവരുണ്ട്, പല വിധത്തിലുള്ള ന്യൂനതകൾ, പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഇതിനെ മുഴുവൻ ക്ഷമയോടുകൂടി കൈക്കൊള്ളാൻ ആർക്കാണോ സാധ്യമാകുന്നത് തീർച്ചയായും അവർക്ക് വിജയിക്കാം. വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ വിജയിച്ചേക്കാം. യുഹിബ്ബുല്ലാഹു സാബിരീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാകുന്നു. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത പ്രതിഫലവും നൽകും. അതുകൊണ്ട് ക്ഷമ എന്നത് നമ്മുടെ ജീവിതത്തിൽ കൈവിടാതെ സൂക്ഷിക്കണം. ഏത് സമയത്തും എന്ത് കണ്ടിരുന്നാലും പ്രതികരിക്കാതെ വളരെയധികം ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ സാധിക്കണം. അതാകുന്നു നമ്മുടെ ജീവിത വിജയത്തിൻ്റെ രഹസ്യം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.